റിയാസ് കൈമാർ ചേരുന്നു. റിയാസ്, മലബാറിൽ വടക്കൻ കേരളത്തിൽ എങ്ങനെയാണ് മഴയുടെ അവസ്ഥ? മഴക്കെടുതികൾ കൂടുതലായി റിപ്പോർട്ട് ചെയ്യുന്ന സാഹചര്യമുണ്ടോ? തീർച്ചയായും വലിയ തോതിൽ തന്നെ വ്യാപകമായൊരു നാശനഷ്ടം വിധിച്ചാണ് മഴ തുടരുന്ന ഒരു സ്ഥിതിയുള്ളത്. മഴ കനത്ത് പെയ്യുകയാണ്. ഇരുവഴിഞ്ഞിപ്പുഴയും ചെറുപുഴയും അടക്കമുള്ള പുഴകൾ കൃഷിനാശം സംഭവിച്ചിട്ടുണ്ട് ഈ പുഴയുടെ തീരങ്ങളിൽ എന്നുള്ളതാണ്. അതിനു പുറമെ നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലുള്ള കാര്യങ്ങൾ ഉണ്ടായി എന്നുള്ളതാണ്. 7 കുടുംബങ്ങളെ മാറ്റിപ്പാർപ്പിക്കേണ്ട ഒരു സ്ഥിതി വന്നിട്ടുണ്ട്. ഈ മഴയെ തുടർന്ന് 3 ഇടങ്ങളിലാണ് ഇടിഞ്ഞ് വീണ് താഴുന്ന ഒരു അവസ്ഥയുണ്ടായത്. ഫറോക്കിൽ വാടകയ്ക്ക് താമസിക്കുന്ന ഫറോക്ക് ചുങ്കത്ത് വാടകയ്ക്ക് താമസിക്കുന്ന ഒരു വീട് തകർന്ന് വീണ് ആ വീട്ടിൻ്റെ അകത്ത് വയോധികയായ ഒരു സ്ത്രീ പെട്ടുപോകുന്നൊരു സാഹചര്യമുണ്ടായി. റീന എന്ന് പറയുന്ന സ്ത്രീയാണ് അതിനകത്ത് പെട്ടുപോയത്. മറ്റൊന്ന്, ഈ റീനയും മകൻ ദീപവുമായിരുന്നു ഉണ്ടായിരുന്നത്. ഇവരെ തൊട്ടടുത്ത അങ്കണവാടിയിലേക്ക് മാറ്റിപ്പാർപ്പിച്ചിട്ടുണ്ട്. കൂടാതെ മണ്ണിടിച്ചൽ മൂലം 2 കുടുംബങ്ങളെ മാറ്റിപ്പാർപ്പിക്കുന്ന, അതായത് ബന്ധുവീടുകളിലേക്ക് മാറ്റിപ്പാർപ്പിക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത്. ഇതിൻ്റെ കൃത്യമായ വിശദാംശങ്ങൾ പരിശോധിക്കുകയാണെങ്കിൽ മാത്രമല്ല ഏറ്റവും പുതിയൊരു വിവരം, മാവൂർ വില്ലേജിൽ കച്ചേരിക്കുന്ന നിലയത്തിൽ ഒരു ദുരിതാശ്വാസ ക്യാമ്പ് തുറന്നിരിക്കുന്നു എന്നുള്ളതാണ്. ഈ ദുരിതാശ്വാസ ക്യാമ്പിൽ ഒരു കുടുംബമാണ് ഇപ്പോൾ കഴിയുന്നത്. ഈ മാവൂർ വില്ലേജിൽ കച്ചേരിക്കുന്ന സാംസ്കാരിക നിലയം ഒരു ദുരിതാശ്വാസ ക്യാമ്പ് അവിടെ തുറന്നിരിക്കുന്നു. അതിൽ ഒരു കുടുംബം കഴിയുന്നു എന്നുള്ളതാണ്. ആ കുടുംബത്തിൽ ഒരു കുടുംബമാണ്. അതിൽ 3 പുരുഷന്മാരും ഒരു സ്ത്രീയുമാണ് ഉള്ളത്. ഈ മാവൂർ കച്ചേരിക്കുന്ന വില്ലേജിൽ ഉള്ള ഒരു കുടുംബത്തിന് വേണ്ടിയിട്ടാണ് അവിടെ അവരുടെ വീട്ടിൽ വെള്ളം കയറുന്നൊരു സാഹചര്യം ഉണ്ടായിട്ടാണ്. ഇതേ കച്ചേരിക്കുന്നിൽ 2 വീടുകളിലാണ് വെള്ളം കയറിയത്. മറ്റൊരു കുടുംബം അവരുടെ ബന്ധുവീട്ടിലേക്ക് മാറി താമസിക്കുന്ന സ്ഥിതിയാണ് ഉണ്ടായത്. കൂടാതെ ഈ കുറ്റിക്കാട്ടൂർ വില്ലേജിൽ 22-ാം വാർഡിൽ ധനേഷ്, ഒപ്പം തന്നെ ഖദീജ വിരിപ്പിൽ എന്നിവരുടെ വീടുകളിൽ വെള്ളം കയറുന്ന സാഹചര്യമുണ്ടായിരുന്നു. ഈ 2 പേരെയും ബന്ധുവീടുകളിലേക്ക് മാറ്റി താമസിപ്പിച്ചു. നേരത്തെ ഞാൻ പറഞ്ഞത് ഫറോക്ക് വില്ലേജിൽ 13-ാം ഡിവിഷനിൽ ആഷിഖ് എന്നയാളുടെ വീടാണ് തകർന്നത്. അവിടെ വാടകയ്ക്ക് താമസിക്കുകയായിരുന്ന റീന, ാണ് അവരുടെ മകൻ ദീപു എന്നിവരായിരുന്നു. അതിൽ റീനയാണ് വീടിനകത്ത് പെട്ടുപോയത്. ഇന്ന് പുലർച്ചെ 5 മണിയോടെയായിരുന്നു ആ അപകടമുണ്ടായത്. തുടർന്ന് തകർന്നു വീണ ഭിത്തി മാറ്റി നാട്ടുകാരാണ് റീനയെ പുറത്തെത്തിച്ചത്. റീനയെയും മകൻ ദീപുവിനെയും തൊട്ടടുത്ത അങ്കണവാടിയിലേക്ക് മാറ്റിപ്പാർപ്പിച്ചിട്ടുണ്ട്. മറ്റൊന്ന്, പന്തീരാങ്കാവ് വില്ലേജിൽ പാലാഴി ദേശത്ത് പാൽക്കമ്പനി റോഡിൽ മണ്ണിടിഞ്ഞു വീഴുന്ന ഒരു സാഹചര്യം 2 വീടുകളെ ഗൗരവകരമായി ബാധിക്കുന്ന ഒരു സ്ഥിതിയുണ്ട്. PT ഷമീർ എന്നയാളുടെ വീട്ടുപറമ്പിലെ മണ്ണാണ് ഇടിഞ്ഞു വീഴുന്നത്. ഷമീറിൻ്റെ വീണ്ടും അത് അപകട ഭീഷണി ഉയർത്തുന്നു. തൊട്ടടുത്ത റിയാസ് എന്ന് പറയുന്നയാളുടെ വീട്ടിലേക്കാണ് ഇടിഞ്ഞു വീണത്. അദ്ദേഹത്തിൻ്റെ വീണ്ടും അത് അപകട ഭീഷണി ഉയർത്തിയിട്ടുണ്ട്. ഈ 2 കുടുംബങ്ങളെയും ബന്ധുവീടുകളിലേക്ക് മാറ്റിപ്പാർപ്പിച്ചു എന്നുള്ളതാണ്. അങ്ങനെ 7 കുടുംബങ്ങളെ മാറ്റിപ്പാർപ്പിച്ചു. മാവൂർ കീച്ചേരിക്കുന്നിൽ ഒരു ദുരിതാശ്വാസ ക്യാമ്പ് തുറന്നു. 3 ഇടങ്ങളിൽ കിണർ ഇടിഞ്ഞു വീണ് താഴുന്ന ഒരു അവസ്ഥയുണ്ടായി എന്നുള്ളതാണ് നമുക്ക് കോഴിക്കോട് ജില്ലയിൽ നിന്ന് വ്യക്തമാക്കാനുള്ളത്. മറ്റൊന്ന്, ഇരുവഴിഞ്ഞിപ്പുഴയും ചെറുപുഴയും കരകവിഞ്ഞൊഴുകി കൃഷിനാശവും സംഭവിച്ചിരിക്കുന്നു.